ഹലോ, ചിഞ്ചൂസ് എഫ്എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡ് കഴിഞ്ഞ ദിവസം അവസാനിക്കുന്നത് രവീന്ദ്രൻ നമ്മുടെ സുധിയെ അടിക്കുന്നതാണല്ലോ. അപ്പം സുധീനോട് പറയുന്നുണ്ട്, നീ എന്നെ ചതിച്ചവനാ, നീ എനിക്ക് ഒരിക്കലും മാപ്പ് തരാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ സുധിയെ നന്നായിട്ട് അടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ചന്ദ്രമതി അടിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് ഇവനെ വീട്ടിലേക്ക് കൂട്ടാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ രവീന്ദ്രൻ മുഖവൈരയ്ക്ക് എടുത്തില്ല. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതി നമ്മുടെ ഒരു കൂട്ടുകാരിയെ ഫേഷ്യൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ശ്രുതിന് അപ്പം തന്നെ കോള് വരുന്നുണ്ട്. പിന്നെ ശ്രുതി പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ കല്യാണം എന്നുള്ള കൺസെപ്റ്റ് ഇല്ല, അത് എനിക്കൊരു വലിയ കോടീശ്വരനെ ഞാൻ കല്യാണം കഴിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്, എനിക്ക് പണം മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതീൻ്റെ അമ്മ വിളിക്കുന്നുണ്ട്. ശ്രുതീൻ്റെ അമ്മ വിളിച്ചിട്ട് വേറൊരു കുട്ടി സംസാരിക്കുന്നുണ്ട്, അമ്മയെന്നൊക്കെ പറഞ്ഞ് വേറൊരു കുട്ടി സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രമതി, രവീന്ദ്രനും സുധിയൊക്കെ വീട്ടിൽ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇവിടെ വന്ന് നിന്നെ ഇവിടെ കയറ്റണമെങ്കിൽ ഈ കുട്ടി, അതായത് രേവതിയോട് നീ കാല് പിടിച്ച് അപേക്ഷിക്കണം, എന്നെങ്കിൽ മാത്രമേ നിന്നെ ഇവിടേക്ക് ഞാൻ കയറ്റുള്ളൂ, നീ അത്രയും വലിയ പാവമാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്പം ചന്ദ്രമതി ചോദിക്കാം, എൻ്റെ മകൻ എന്തിനാണ് ഇവളെ കാല് പിടിക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യം എൻ്റെ മകനില്ല എന്ന് ചന്ദ്രമതി എതിർക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ സുധി പറയാണ്, രേവതിയോട് പറയാണ്, എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണെന്ന്, ഞാൻ എന്നോട് നിൻ്റെ വീട്ടുകാരും മഹാപാവമാണ് ചെയ്തത് എന്നൊക്കെ എനിക്കറിയാം, എന്നോട് ക്ഷമിക്കണമെന്ന് നമ്മുടെ സുധി പറയാണ്. അപ്പോഴേക്കും അതാ നമ്മുടെ സച്ചി വന്ന് സുധിയെ പൗതിരെ തല്ലുകയാണ്. നീ എന്താ 50 ലക്ഷവും എടുത്തിട്ട് എൻ്റെ അച്ഛനെ പറ്റിച്ച് പോയവനാണ്, എൻ്റെ അച്ഛൻ്റെ അഭിമാനം വരെ നശിപ്പിച്ചവനാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തല്ലുകയാണ്. അപ്പോൾ ചന്ദ്രമതി നമ്മുടെ രേവതിയോട് പറയുന്നുണ്ട്, രേവതി ഒന്ന് പറ, അവനോട് അടിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ രേവതി അത് മൈൻഡ് ആക്കുന്നില്ല. അങ്ങനെ സച്ചി സുധിയെ നന്നായിട്ട് അടിച്ച് ഗേറ്റിന് പുറത്താക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതി അവിടെ വരെ പോകുന്നുണ്ട്. അങ്ങനെ അപ്പോൾ തന്നെ സച്ചി പറയുന്നുണ്ട്, രേവതി കണ്ടോ, നിനക്ക് ആ ഒരു പണത്തിൻ്റെ വില ഇവൻ തന്നിട്ടുള്ളൂ, ആ ഒരു പണം മാത്രമാണ് ഇവൻ്റെ ലക്ഷ്യം, അല്ലാതെ നീയല്ലായിരുന്നു, ഈ പണത്തിൻ്റെ വില മാത്രമേ നിനക്ക് തന്നിട്ടുള്ളൂ എന്നൊക്കെ അടിക്കുന്നതിൻ്റെ ഇടയിലൂടെ സച്ചി പറയുന്നുണ്ട്. അങ്ങനെ സച്ചി പുറത്താക്കി, സുധിയെ ഗേറ്റ് അടിച്ച് പുറത്താക്കി വീട്ടിൽ വന്ന് ഡോറടിച്ചു. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, മോനെ ഒന്ന് വാതിൽ തുറക്കെ, എൻ്റെ സച്ചി അതായത് എൻ്റെ സുധിയെ ഒന്ന് അങ്ങോട്ടേക്ക് കയറ്റ്, എന്താണ് അവൻ എല്ലാ കടവും വീട്ടിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ സച്ചി ഇതൊന്നും കാര്യമാക്കുന്നില്ല. അങ്ങനെ പിന്നെ പറയാണ്, മോനെ നിൻ്റെ അമ്മയാണ് പറയുന്നത്, ഒന്ന് വാതിൽ തുറക്കുക, ഒന്ന് എൻ്റെ മകനെ ഈ വീട്ടിലേക്ക് കയറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്, നിൻ്റെ പണം എല്ലാം എൻ്റെ മകൻ വീട്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മോനെ എന്നൊക്കെ വിളിച്ചതുകൊണ്ട് സച്ചിയുടെ മനസ്സ് അലിയാണ്. എന്നിട്ട് ഡോറ് തുറന്ന് ആ ഗേറ്റിൻ്റെ താക്കോല് ചന്ദ്രമതിയുടെ നേരെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് കേട്ടോ. അതാണ് ലാസ്റ്റത്തെ രംഗം. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.